ഗൈസ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കുന്ന അതിനുള്ള ഉള്ളിയാണ് ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, ഒരു പച്ചമുളക്, ഒരു രണ്ട് കരിവേപ്പിൻ്റെ ഇല. ഇതാണ് വഴുതനങ്ങ. ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം. അത് ഞാൻ ഓണാക്കാൻ പോകുന്നു. ചട്ടി നല്ലോണം ഒന്ന് കാഞ്ഞ് വരട്ടെ. അപ്പോൾ എല്ലാവരും ഇതിലേക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ നല്ലൊരു വഴുതനങ്ങ ഉപ്പേരിയാണ് വെക്കാൻ പോകുന്നത്. നല്ല ചട്ടി ഒന്ന് കാഞ്ഞ് വരട്ടെ. വഴുതനങ്ങ ഉപ്പേരി ഞങ്ങളിവിടെ എങ്ങനെ ഉണ്ടാക്കുക, നിങ്ങളെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് പറയണം. എനിക്ക് ചെറിയൊരു തലവേദന, അപ്പോൾ ഒരു ഉഷാറില്ല. എന്നാലും ഞാനൊന്ന് ചട്ടിയിട്ട് വെളിച്ചെണ്ണ പാർന്നെടുക്കുകയാണ്. വെളിച്ചെണ്ണ പാർന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉള്ളിട്ടിട്ടുണ്ട്. പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ കറക്കട്ടെ. വേപ്പിന് ഞാനൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കട്ടെ. അത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മൂത്ത് വരുന്നുണ്ട്. നന്നായി ഒന്ന് മൂത്ത് വന്ന് വഴുതനങ്ങ ഇട്ട് കൊടുക്കും. ആദ്യം കരിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ മക്കളെ, അതേപോലെ ഉള്ളിയും പച്ചമുളകും നന്നായി ഒന്ന് മൂത്ത് വന്നാലാണ് അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെച്ച് വെക്കണില്ല, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ വഴുതനങ്ങപ്പേരി വെക്കാൻ നിൽക്കാറില്ല. ഞങ്ങളിതങ്ങനെ വെക്കുക. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെയാണ് വഴുതനങ്ങപ്പേരി വെക്കുക. ഉള്ളിയൊക്കെ മൂപ്പിച്ച് അരിക്കാൻ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ കരിവേപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ അതിന് മണം കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങളുടെ കരിവേപ്പിനൊക്കെ ഇട്ടുണ്ടാക്കണം. അടിപൊളി വഴുതനങ്ങപ്പേരിയുടെ ഉള്ളിയുടെ മണമൊക്കെ വരുന്നുണ്ട്. അതൊന്ന് മൂത്ത് നന്നായി ഒന്ന് വരട്ടെ. നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വരുന്നുണ്ട്. അതാണ് എണ്ണയിലൊക്കെ കടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി മൂത്ത് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ വഴുതനങ്ങ കൊടുത്തിട്ടുണ്ട്. വഴുതനങ്ങ കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചാൽ ആ ഉള്ളിയൊക്കെ നേരെ വന്ന് അത് കിടക്കുന്ന വാടി വരും. വെള്ളം ഞങ്ങൾ കുറച്ച് പാർന്ന് വെക്കണം. അപ്പോഴാണ് വഴുതനങ്ങയുടെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. വെള്ളം കുറച്ച് പാർന്ന് വെക്കണം. അത് ലേശം വെള്ളം പാർന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് പാർന്ന് വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടൊന്ന് നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ എനിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് വല്ലാതെ ഇടാൻ പറ്റില്ല, ഏറുള്ളൂ. അപ്പോൾ ഒരു പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കണം. ഏറെ നമുക്കത് എടുക്കാൻ പറ്റില്ല, കുറച്ചാൽ നമുക്ക് കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് പാകത്തിന് ഉപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ തന്നെ വഴുതനങ്ങപ്പേരി ഉണ്ടാക്കട്ടെ. ആ ഉപ്പ് നന്നായി അതിൽ കൂടെ ഒന്ന് പിടിച്ചട്ടെ. അല്ലെങ്കിൽ എന്താണ് അവിടെ ഇവിടെ പിടിച്ചുള്ളൂ ഉപ്പ്. ഉപ്പ് അവിടെ ഇവിടെ പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കുറവുള്ളൂ. അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ ചോറിലേക്കൊക്കെ കടിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉപ്പുണ്ടാവും. ചിലയിടത്ത് ഉപ്പുണ്ടാവില്ല, ചിലയിടത്ത് ഉപ്പുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് എല്ലായിടത്തും കൂടി നായി വരട്ടെ. അപ്പോൾ നമ്മളൊന്ന് മൂടി വെക്കാം. ഞാനൊന്ന് മൂടി വെക്കുകയാണ്. മൂടി വെച്ചാൽ നന്നായി വന്നോളും. നമ്മൾ വഴുതനങ്ങ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ ഞാൻ പാകത്തിൻ്റെ വന്നിട്ട് അതിലൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം കുഴഞ്ഞ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ വഴുതനങ്ങ നല്ലോണം ഉണങ്ങിയിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി വേകാനൊന്നുമില്ല, വെന്ത് നമ്മൾ വഴുതനങ്ങ വെന്ത് നല്ലോണം വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. നല്ല കുഴഞ്ഞ രൂപത്തിൽ വന്നിട്ടുണ്ട്.